പാപവും ശാപവും ഒഴിഞ്ഞിടുമാ, രോഗവും ദുഃഖവും അകന്നിടുമാ, പാപവും ശാപവും ഒഴിഞ്ഞിടുമാ, രോഗവും ദുഃഖവും അകന്നിടുമാ, നിത്യപിതാവാം ദൈവത്തിന് സ്തുതി സ്തോത്രത്താൽ ആരാധന. ആത്മാവിൽ ആരാധന, ദൈവസുതനായ ആരാധന. തോറ്റ് നിരാശരിക്കുന്നുണ്ട്. പരിശുദ്ധൻ പറയുന്നു, ഇന്ന് യേശുവിന്റെ കയ്യിൽ കേസ് ഏൽപ്പിക്കാമോ? നിന്റെ കുടുംബത്തിൽ ഇത് അത്ഭുതം നടക്കാൻ പോകുന്നു. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്ര വർണ്ണിച്ചാലും മതിവരാത്ത വിധം ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോൾക്കൊരു 2005 ഒരു അസുഖം ഉണ്ടായി. SLC പാസ്സായി +2 അഡ്മിഷൻ കിട്ടിയത് അന്ന്, ക്ലാസ്സിന് പോയതിൻ്റെ അന്ന് മുതൽ എൻ്റെ മോൾക്ക് അസുഖം ഉണ്ടായി. പിറ്റേ ദിവസം ക്ലാസ്സിന് പോകുമ്പോഴത്തേക്ക് ബോധം കെട്ടി വീഴും. ടീച്ചേഴ്സ് ബാക്കിൽ കൊണ്ട് കിടത്തും ബെഞ്ചിൽ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എണീറ്റ് വരും. അങ്ങനെ 2-3 ആഴ്ചയായപ്പോൾ ടീച്ചേഴ്സെല്ലാം പറഞ്ഞ് ഇനി ഇവിടെ ക്ലാസ്സിൽ വരാൻ പാടില്ല. പിന്നെ ഞങ്ങളെല്ലാം രക്ഷാകർത്താക്കൾ പറഞ്ഞു നോക്കി, പറ്റൂല, ആഹാരം കഴിക്കാൻ പാടില്ല, ആഹാരം എന്തെങ്കിലും ഇങ്ങനെ വിളമ്പി വയ്ക്കുമ്പോഴത്തേക്ക് ഓർക്കാനും വന്ന് ഛർദ്ദിക്കും, പിന്നെ പനി, പിന്നെ പല രോഗങ്ങൾ, പല ആശുപത്രികളിൽ കൊണ്ടുപോയി, ആയുർവേദത്തിൽ കൊണ്ടുപോയി, അലോപ്പതി ചെയ്തിട്ട് ഇങ്ങനെ പലവിധമായ ആശുപത്രികളിൽ കൊണ്ടുപോയി മരുന്നുകളെല്ലാം ചെയ്തിട്ടും രോഗത്തിനൊന്നും ശമനമില്ല. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, റോബർട്ട് എന്ന് പറഞ്ഞൊരു പാസ്റ്ററുടെ അക്ഷയ കോംപ്ലക്സിൽ ഒരു ആരാധന നടത്തുന്നുണ്ട്, അവിടെ കൊണ്ടുപോയാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടുമെന്ന്. ഞാൻ സന്തോഷത്തോടെ വിശ്വാസത്തോടെ അവിടെ കടന്നുപോയി എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാസ്റ്റർ അടുത്ത് കൊണ്ടുപോയി. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഭവനത്തിലൊരു 5 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, വിടുതൽ കിട്ടും പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ കൊണ്ട്, ഞാനും എൻ്റെ മോനുമായിട്ട് എൻ്റെ മോൾ അവിടെ കൊണ്ടുപോയി. ഇവിടെ കൊണ്ട് 3 ദിവസം ഞങ്ങൾ ഉപവാസത്തോടെ അവിടെ കഴിഞ്ഞുകൂടി. 4-മത്തെ ദിവസം നല്ല പൂർണ്ണ സൗഖ്യം കിട്ടി. 3-മത്തെ ദിവസം വൈകുന്നേരം തന്നെ പാസ്റ്റർ പറഞ്ഞു, മോൾക്ക് നല്ല സൗഖ്യം കിട്ടിയിട്ടുണ്ട്, ഇനി ക്ലാസ്സിന് വിടാൻ പറഞ്ഞു. 4-മത്തെ ദിവസം ഞാൻ അവളെ ക്ലാസ്സിൽ വിട്ടിട്ട് ഞാൻ മോനുമായിട്ട് ആ ഉപവാസ പ്രാർത്ഥന 5 ദിവസം ഞങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ഞായറാഴ്ച പാസ്റ്റർ പറഞ്ഞു, ഓരോ ദിവസം ഇവിടെ വന്ന് ആരാധിക്കണം, ആരാധനയ്ക്ക് സംബന്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണമായിട്ട് എല്ലാം അങ്ങ് മാറിക്കൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പാസ്റ്റർ ആരാധനയിൽ കടന്നു വന്നു. 2005 വന്നപ്പോൾ അവനെ 2-3 ആഴ്ച വന്ന് ആ ആരാധനയെ പങ്കെടുക്കുമ്പോൾ എനിക്ക് സന്തോഷവും സമാധാനം ആത്മസന്തോഷം കൊണ്ട് അങ്ങനെ നിറഞ്ഞ്, പിന്നെ എനിക്ക് ആരാധനയ്ക്ക് തന്നെ വരണമെന്നുള്ള ആഗ്രഹം തോന്നി. ഞങ്ങൾ ആരാധനയ്ക്ക് വന്നു തുടങ്ങി. പിന്നെ അങ്ങനെ മോക്ക് ഒരു അസുഖവും ഇല്ല. +2 എല്ലാം പാസ്സായി, BAയും കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ ആരാധിച്ചുകൊണ്ട് ഒരു ദിവസം പാസ് ഇങ്ങനെ ദൂത് പറഞ്ഞ് മോക്ക് വേണ്ടി ഒരു ബൈബിൾ വെച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. അത് ഒരു ദൈവദാസന് വേണ്ടി വിവാഹത്തിന് വേണ്ടി ഏർപ്പെടണം എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ദൈവദാസൻ വന്ന് നമുക്ക് ആലോചനയായിട്ട് വന്നു. അത് നടത്തി. ഇപ്പോൾ ഒരു സഭ നടത്തുന്ന ഒരു സമരം, നല്ല സഭ, ഒരു ദൈവദാസൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ അർഹിക്കാത്ത നന്മ തന്നു ഞങ്ങൾ അനുഗ്രഹിച്ചത്. ഞങ്ങൾ ഇതിന് ഒന്നും യോഗ്യതയില്ലാത്തവരായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ആ സ്നേഹം ഞങ്ങൾ മാറി വിളിച്ചു. ഇന്നും ഈ സഭയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ പ്രസവിച്ച് 55 ദിവസമായി കുഞ്ഞുമായിട്ട് അവൾ ഈ ആരാധനത്തിൽ കടന്നു വന്നിരിക്കുക. ഇനിയുള്ള ദിവസം എല്ലാം ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കും, ആരാധിക്കും. ഞാൻ ഈ സഭയിൽ വിശ്വസ്തയോടെ നിന്ന് ആരാധിച്ചുകൊണ്ട് വിടുവിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ഞാൻ അറിയിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തെ ചിന്താവിഷയമായിട്ട് മർക്കോസ് വിശേഷം അതിൻ്റെ 4-ാം അധ്യായം 41-ാം വാക്യം. അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. കർത്താവ് യേശുവിൻ്റെ ശുശ്രൂഷ സമയത്ത്, അല്ലെങ്കിൽ കർത്താവ് ഭൗതികമായി അല്ലെങ്കിൽ ശാരീരികമായി ലോകത്തിലായിരുന്ന സ്തോത്രം ശിഷ്യന്മാരോടുകൂടെ നടന്ന ദൈവ പദ്ധതിക്കൊത്ത് ലോകത്തിൽ തന്നെ പരിചയപ്പെടുത്തുന്ന ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. നിശ്ചയമായിട്ടും ഈ വചനഭാഗം നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവം നിങ്ങളെ അതിനാൽ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം, ഗലീല കടലിൻ്റെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരയ്ക്ക് പോകാം എന്ന് അവരോട് പറഞ്ഞിട്ട് അവരൊരുമിച്ച് ഒരു പടകിൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ആ യാത്രാ മധ്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് കാറ്റും പ്രതികൂലമായൊരു അന്തരീക്ഷമൊക്കെ ആ പടകിനെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ കടന്നു വരാനിടയായി. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന ആ സമയത്ത് കർത്താവ് യേശുവിനെ കുറിച്ച് ശിഷ്യന്മാർ പറഞ്ഞൊരു വാക്കാണ്, കർത്താവിനെ ഫോളോ ചെയ്യുന്നവർ, കർത്താവിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞൊരു വാക്കാണ്. ആമേൻ, സ്തോത്രം. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ. പ്രിയമുള്ളവരെ, 3 വർഷത്തിൽ അല്ലെങ്കിൽ 3.5 വർഷത്തോളം കർത്താവിനോടുകൂടെ സഞ്ചരിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് അതുവരെ മനസ്സിലാകാത്ത നടുവിൽ കർത്താവിനെ കുറിച്ച് വ്യത്യസ്തമായ ഒന്ന് തിരിച്ചറിയുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്നും യേശു എന്ന് വിളിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് ആയിരുന്നാലും ഒരു മർമ്മം ഞാൻ എടുത്തു പറയാം. പ്രിയമുള്ളവരെ, യേശുവിനെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയും. നോക്കണമേ, അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ആമേൻ, സ്തോത്രം, യേശുവിനെ പലരും കാണുന്നു. മന്ത്രവാദികളെപ്പോലുള്ള ഒരു വ്യക്തിയായി ഗണിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കണം, മന്ത്രവാദികളെപ്പോലുള്ള ഒരു മനുഷ്യനല്ല നമ്മുടെ കർത്താവായ യേശു. ആമേൻ, സ്തോത്രം. അല്ലെ, പ്രതിസന്ധികളിൽ ശിഷ്യന്മാരെ കൈവിട്ട് കളയുന്ന ഒരു സാധാരണ മനുഷ്യനല്ല നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, പ്രതിസന്ധി വന്നു, കടല് ഇളകി മറിയാൻ തുടങ്ങി, പടക് അത് ആഴത്തിലേക്ക് പോകും എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ ആഞ്ഞടിക്കുന്ന കാറ്റ് ഗലീല കടലിൻ്റെ സ്തോത്രം നടുവിൽ അവരെ മുക്കിക്കളയാൻ ശ്രമിക്കുമ്പോൾ, പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ശിഷ്യന്മാർ അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ആ പടകിനെ അല്ലെങ്കിൽ ആ വള്ളത്തെ എത്തേണ്ടിടത്ത് എത്തിക്കുവാനും ഈ പ്രതിസന്ധിയിൽ നിന്ന് വിടിവിക്കുവാനും ശ്രമിച്ചിട്ട് എല്ലാം നിഷ്ഫലമായി മാറുന്ന ഒരു അന്തരീക്ഷം നമുക്കവിടെ കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികളോടെ കടന്നു പോകുന്നവർ ഒരുപക്ഷെ ഈ വചനം ഇപ്പോൾ കേൾക്കുന്നതായിരിക്കാം. പലവിധ പ്രതിസന്ധികൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ല, ജീവിതത്തിൽ ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന അനവധി പേർ പക്ഷേ ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മീഡിയയിലൂടെയുള്ള സ്തോത്രം ബന്ധങ്ങളും അങ്ങനെയൊക്കെ അതിനെ തുടർന്ന് ലോകത്തിൽ ആമേൻ, സ്തോത്രം, പാപത്തിനുള്ള അവസരങ്ങൾ വർദ്ധിക്കുകയാണ്. ദൈവത്തിലേക്ക് അടുക്കാനുള്ള അവസരങ്ങൾ വർദ്ധിക്കുമ്പോൾ തന്നെ ആമേൻ, പാപത്തിലേക്കും പിശാചിലേക്കും അടുക്കുവാനും നിത്യനരകത്തിലേക്ക് പോകുന്ന അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ, വഴികൾ ഇന്ന് വിശാലമായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ആമേൻ. എന്നാലും ഇവിടെ നോക്കണമേ, പ്രതിസന്ധികൾ അവിടെ ജീവിതത്തിൽ വരികയാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്തെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, തകരും, രക്ഷയില്ല. ലോൺ എടുത്തോ, അതുപോലെ പല ഇടപാടുകളിലൊക്കെ വീട് നന്മ പ്രാപിക്കാനും എങ്ങനെയെങ്കിലുമൊക്കെ കുടുംബത്തെ നല്ലൊരു നിലയിൽ എത്തിക്കാനും മറ്റുള്ള മുമ്പിൽ നല്ലൊരു മാന്യമായ സ്ഥാനത്തിലെത്താനൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഒരു ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്തത്. പക്ഷേ അത് പ്രതിസന്ധിയിലായിപ്പോയി. ഇന്ന് എല്ലാം നശിപ്പിക്കുന്ന നിലയിൽ, നാശത്തിലേക്ക് പോകുന്ന നിലയിൽ, രക്ഷപ്പെടാൻ കഴിയാത്ത അനുഭവത്തിലൊക്കെ ഒരുപക്ഷെ നമ്മളായിരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ, ആമേൻ, സ്തോത്രം, ഇഷ്ടപ്പെട്ട് കെട്ടിയവരും ആമേൻ, സ്തോത്രം, പലതും ലക്ഷ്യം വെച്ച് വിവാഹം കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. തകർന്നു പോകത്തക്ക നിലയിൽ കണ്ണുനീരും വേദനയും കൊണ്ട് അനവധി പേർ ആഴത്തിലുള്ള വേദനകളിൽ, നാശത്തിൻ്റെ ആഴത്തിലേക്ക്, ആമേൻ, സ്തോത്രം, ആമേൻ. എന്തിനാ പ്രിയമുള്ളവരെ, ആമേൻ, നിങ്ങളുടെ ജീവിതം ഏത് നിലയിലായാലും അതിനെ മാറ്റാൻ കഴിയുന്നൊരു കർത്താവ് യേശു ഉണ്ട് എന്നുള്ള സത്യവചനമാണ് ഈ വചനത്തിലൂടെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ആമേൻ. പലവിധമായ രോഗങ്ങൾ, മാറി രോഗങ്ങൾ, മാറി കഷ്ടതകൾ, എന്നാൽ രോഗത്തിന് പരിഹാരം മെഡിക്കൽ സയൻസ് കൈമലർത്തുന്ന അനുഭവങ്ങൾ, പരിധി പറയുന്ന അനുഭവങ്ങൾ, നല്ല ആഹാരം കൊടുത്തോ ഇനി തീരുകയാണ്, ഒരു ഇഷ്ടപ്പെട്ടത് കൊടുക്കുന്ന പറഞ്ഞൊക്കെ ഡോക്ടർമാർ കൈമലർത്തുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരാം. ഞാനിത് പറയുമ്പോൾ തന്നെ പലവിധത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ഞെരുങ്ങുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു മർമ്മം ഞാൻ എടുത്തു പറയാം, രോഗിയാണെങ്കിൽ രോഗത്തിന് സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന യഹോവ. കർത്താവ് യേശുവിൽ വിശ്വസിക്കാമെങ്കിൽ, ആശ്രയിക്കാമെങ്കിൽ, പ്രാർത്ഥിക്കാമെങ്കിൽ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. ഇവിടെ നോക്കണമേ, പ്രതിസന്ധിയുടെ ആഴം എന്താണ്
എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ ഒരു പ്രതിസന്ധിയിലായിരിക്കാം. തകരുമെന്ന് ചിന്തിക്കത്തക്ക നിലയിൽ കണ്ണുനീരോട് നിലവിളിയുടെ നടുവിൽ പുറമേ അറിയാതെ അകത്തളങ്ങൾ കരയുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ വിഷയം എന്തായാലും വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനായ ദൈവമാണ്. ഒരുപക്ഷെ പാപത്താൽ പിടിക്കപ്പെട്ട പാപിയാണ് തിരിച്ചറിഞ്ഞ് പാപബോധമുണ്ട്, പക്ഷേ പാപത്തിന് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ ഞാൻ ചെയ്യുന്ന പാപപ്രവൃത്തികൾ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കെണിയായി മാറും, തകർച്ചയിലേക്ക് പോകും, എനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരു അനുഭവത്തിൽ ഞാൻ പോകുകയാണ് എന്ന് പാപത്തെക്കുറിച്ച് നമ്മെ ഓർത്ത് നിരാശപ്പെടുന്ന വ്യക്തികളായിരിക്കും. എന്തൊക്കെ തന്നെയായാലും രക്ഷിപ്പാൻ ഇന്ന് പകൽ യേശു നിങ്ങളുടെ അടുക്കൽ നിപ്പുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ ആമേൻ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാനിടയാണ്. നോക്കണമേ, കാറ്റ് പ്രതികൂലമായി പടക് ആമയെ നിയന്ത്രിക്കാൻ കഴിയാതെ അത് തകരുമെന്നുള്ള ചിന്തയിലായി. ഞാനിത് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, ഇവർ പടകിനെയോ കാറ്റിനെയോ കടലിനെ കുറിച്ച് അറിയാത്തവരല്ല. ഇതേ കടലിൽ വർഷങ്ങൾ മീൻപിടുത്തക്കാരായിരുന്നു ഇവരിൽ പലരും. പ്രൈസലോ, അവർക്ക് അതിൻ്റെ ആഴങ്ങൾ നല്ലവണ്ണം അറിയാം, പടകിനെ നിയന്ത്രിക്കാൻ അറിയാം, ഇവിടുത്തെ കാറ്റെങ്ങനെയെന്നറിയാം. സ്വതന്ത്രം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിവുണ്ട്, പലതും ഉണ്ടായിട്ട് നമ്മൾ പ്രതിസന്ധിയിലാണ്. പ്രൈസലോ, ഞാനൊരു മർമ്മം എടുത്ത് പറയാം, നമ്മുടെ അറിവിനും നമ്മുടെ ബുദ്ധിക്കുമൊക്കെ അതീതമായി നമുക്കെതിരെ പ്രതികൂലമുണ്ടാക്കുന്ന ചില വിഷയങ്ങൾ മറഞ്ഞ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ അധികാരമുള്ളവൻ ഒരുവൻ മാത്രമാണ്, നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് യേശു. വചനം പറഞ്ഞു, അവൻ സ്വർഗത്തിന്മേലും ഭൂമിക്കുമേലും സകല അധികാരമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. വചനം പറഞ്ഞു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുവിൻ്റെ കൈവശമെന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമാണ്. ഹല്ലേലൂയ. മരണാധികാരിയെ പിശാചിനെ കാൽവരി ക്രൂശിൽ തകർത്ത് ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെ വിടുവിപ്പാൻ വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട, ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. മരണഭയത്തിലും മരണഭീതിയിലും പെട്ട് തകരുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവായ യേശുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാർ നിലവിളിക്കുന്ന ഒരു നിലവിളി ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിലും നമുക്കിതേ ഭാഗം കാണാൻ കഴിയും. അവിടെ ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്. എന്താണ് നിലവിളിക്കുന്നത്? നാഥാ, നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നാശം അതൊരു വിഷയമാണ്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. ഒരുപാട് വഴികളൊക്കെ നമുക്ക് വേണ്ടി തുറന്നതൊക്കെ നാശത്തിലേക്ക് പോയി. നേരെയാക്കും തോറും പ്രശ്നം വീണ്ടും വർദ്ധിക്കുകയാണ്. നാശത്തിലേക്കുള്ള ആ പോക്ക്, അതിൻ്റെ ആവേഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ വിജയിക്കാൻ കഴിയത്തില്ല. പക്ഷെ വിജയിക്കണമെങ്കിൽ നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ഒരു ദൈവം അല്ലെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരം നീട്ടേണ്ടത് ആവശ്യമാണ്. നിശ്ചയമായിട്ടും അവൻ നിങ്ങൾക്ക് വേണ്ടി കരം നീട്ടും. യാചിക്കുന്നത് അവന് ലഭിക്കും എന്ന് വചനം പറഞ്ഞ പ്രകാരം പ്രിയമുള്ളവരെ, യേശുവോട് യാചിക്കുവാൻ, കർത്താവിലേക്ക് അടുക്കുവാൻ അവൻ ഒരുക്കമാണോ? ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിപ്പാൻ ദൈവകരം നിങ്ങൾക്കായി വെളിപ്പെട്ട് വരാനിടയായി തീരും. നോക്കണേ, പടക് തകർച്ചയിലേക്ക് പോകുകയാണ്. പടക് മാത്രമല്ല, അതിനകത്തിരിക്കുന്ന എല്ലാവരും മരിച്ചു പോകും, നശിക്കും. ആഴത്തിൽ നോക്കണമേ, പരിചയമുള്ളവർ, ജ്ഞാനമുള്ളവർ, കടലിനകത്ത് മീൻ പിടിച്ച് വളരെ അനുഭവ സമ്പത്തുള്ളവർ സ്വന്തം. പക്ഷേ പടക് കയ്യിൽ നിൽക്കാതെ കാറ്റിനാൽ അത് പിടിക്കപ്പെട്ട് തകരുന്ന നിലയിലേക്ക് വചനം പറയുന്നത് ഇങ്ങനെയാണ്. സ്വത്രം അവർ നിലവിളിച്ചു എന്നാണ്. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ചിന്തിക്കണം, കർത്താവ് അതേ പടകിനകത്ത് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ കർത്താവ് ഉണർന്നില്ല, കർത്താവ് ഉറങ്ങുകയാണ് എന്നൊരു മർമ്മം ഞാൻ എടുത്തു പറയാം. ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ വ്യക്തിയായിരിക്കാം, പക്ഷേ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉറങ്ങുന്ന ഒരു അന്തരീക്ഷത്തിൽ, പ്രവൃത്തിയിൽ കർത്താവ് വരാൻ നിഷ്ക്രിയമായിരിക്കുന്ന അന്തരീക്ഷത്തിലാണെങ്കിൽ കർത്താവിനെ ഉണർത്തുവാൻ ഇന്ന് പകൽ നിങ്ങളുടെ ബുദ്ധിയെ കർത്താവ് തൊട്ട് ഉണർത്തുവാൻ ഇടയാകട്ടെ. ഞാൻ ബുദ്ധി പറയുന്നു, കർത്താവ് ഉറങ്ങാനല്ല, കർത്താവിനെ നിങ്ങൾ ഉണർത്തണം. പ്രിയമുള്ളവരെ, നോക്കണമേ, സ്വന്തം അങ്ങനെ പടക് നശിക്കുമെന്ന് ചിന്തിക്കുന്ന നിലയിൽ അവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന അനുഭവത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ നിലവിളിച്ച നിലവിളിയാണ്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ചിന്തിക്കണം, കർത്താവ് എവിടേക്കാണ് പോകുന്നത്? ഗദരദേശത്തേക്കാണ് പോകുന്നത്. ഇക്കരെ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഞാൻ പറയാം, കർത്താവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലൊരു ലക്ഷ്യമുണ്ട്. അവയെ രക്ഷിക്കപ്പെടാൻ പറഞ്ഞാൽ ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്ന ദൂത് നിങ്ങൾക്ക് വന്നാൽ ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ പറ്റും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പുറപ്പെട്ടു പോകാം. നിന്റെ ചാർച്ചക്കാരെയും ദേശക്കാരെയൊക്കെ വിട്ട് നീ പുറപ്പെടുക. പ്രിയമുള്ള ഒരു അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. എന്തിനാണ് കർത്താവ് ഞാൻ പുറപ്പെടുന്നത്? എവിടേക്ക് പോകണമെന്ന് ചോദിച്ചില്ല. അവരുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അബ്രഹാമിന് മനസ്സിലായി, വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ
ദേവന്മാർ പലതിനെ ആരാധിച്ചിട്ട് ഇന്ന് വരെ ദൈവശബ്ദം കേൾക്കാത്ത, സംസാരിക്കുന്ന ഒരു ദൈവത്തെ കാണാത്ത അബ്രഹാമിനോട് ദൈവം സംസാരിച്ചപ്പോൾ അബ്രഹാമിന് മനസ്സിലായി ഇത് സർവശക്തനായ ദൈവമാണ്, ഇത് എൽഷദായി ആണ്. സ്തോത്രം. ഒന്നും കാരണമില്ലാതെ അവൻ വിളിക്കത്തില്ല. അവൻ സർവശക്തനായതുകൊണ്ട് അവൻ്റെ വാക്ക് കേട്ടിറങ്ങിയാൽ നിശ്ചയമായിട്ടും അവസ്ഥയ്ക്കൊരു മാറ്റം തരും. മക്കളില്ലാതെ ഭാരപ്പെടുന്ന, നോക്കണമേ, വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ദൈവങ്ങളെക്കുറിച്ച് അറിയാവുന്ന, ദേവന്മാരെക്കുറിച്ച് അറിയാവുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെട്ടു. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാനത് പറഞ്ഞതാ. പ്രിയമുള്ളവരെ, അബ്രഹാമിനെ ദൈവം കൈവിട്ടില്ല. 100-ാമത്തെ വയസ്സിൽ ശരത്തിൻ്റെ പ്രവൃത്തികളെ നിർജ്ജീവമായി കഴിഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? ഇനി ഒരിക്കലും തലമുറ കിട്ടത്തില്ല എന്നുള്ള ലോകം മൊത്തം നമ്മുടെ നാട്ടുഭാഷ ആണയിട്ട് പറയത്തക്ക നിലയിൽ അവൻ്റെ ജീവിതം ശൂന്യമായി തീർന്നു. പ്രത്യുൽപാദന അവയവങ്ങളും ആന്തരിക മേഖലകളും ഒക്കെ നിർജ്ജീവമായി തീർന്നു. ആ വചനം പറഞ്ഞു, ആശയ്ക്ക് വിപരീതമായി. ഇനി ആശയ്ക്ക് ഒരു വകയുമില്ല. ഈ 100 വയസ്സുള്ള ഈ വയോവൃദ്ധന് എങ്ങനെയാ മക്കളുണ്ടാകുക? അത് അസാധ്യമാണ്. ആശയ്ക്കാൻ ഒരു വകയുമില്ല. വചനം പറഞ്ഞു, ആശയ്ക്ക് വിപരീതമായി ആശയോടെ അവൻ വിശ്വസിച്ചെന്ന്. അതുകൊണ്ട് 100-ാമത്തെ വയസ്സിൽ സർവശക്തനായ ദൈവം എന്ത് ചെയ്തു? തലമുറയെ നൽകി. ഇസഹാക്ക് എന്ന് പറഞ്ഞൊരു തലമുറയെ നൽകി ദൈവം അവനെ അനുഗ്രഹിക്കാനിടയായി. ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിൽ ആശ്രയിക്കാമെങ്കിൽ ഒരു മർമ്മം ഞാൻ എടുത്തു പറയാം. പ്രത്യാശയില്ലാത്തടുത്ത്, സ്വത്ര സാധ്യതകളില്ലാത്തടുത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യും. ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഹൃദയം തുറക്കി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു ചില വിഷയങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതം നിങ്ങൾക്കായി വെളിപ്പെട്ട് വരാനിടയായി തീരും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നു. പ്രൈസലോ. ഇന്നും യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നു. യേശു ഒന്ന് ജീവിക്കുന്നു, മരിച്ചുയർത്ത. ഇനി പറയുമ്പോൾ തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇറങ്ങി വന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. നോക്കണമേ, പ്രതികൂലത്തിലായി, നമ്മുടെ ജീവിതം പ്രതികൂലത്തിലായി. ചില കുടുംബങ്ങൾ പ്രതികൂലത്തിലാണ്, ചില കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ്, ചില വ്യക്തികൾ പ്രതികൂലത്തിലായി നശിക്കൽ പറയുന്നത് പോലെ തന്നെ ചില കുടുംബങ്ങൾ പ്രതിസന്ധികളിലാണ്. അല്ലെ, ചില സഭകൾ പ്രതിസന്ധിയിലാണ്. പ്രിയമുള്ളൊരു മർമ്മം എടുത്ത് പറയാം, ഏത് വലിയ കൂട്ടമായാലും ഒറ്റയ്ക്കായാലും നീ പ്രതിസന്ധിയിലാണ്, നാശം മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ വിടിവെപ്പാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. അവൻ നിന്നെ വിടിവെപ്പാൻ ശക്തനായി യേശു വെളിപ്പെട്ട് വരാനിടയായി. നോക്കണമേ, അപ്പൊ എവിടേക്കാ പോകുന്നത്? ഗദരദേശത്തേക്കാ പോകുന്നത്. അക്കരയ്ക്ക് പോകാം. പ്രീസലോ. ഇപ്പൊ കർത്താവ് അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ എന്തിനാണെന്ന് അവരോട് പറഞ്ഞില്ല. പക്ഷേ കർത്താവ് ലക്ഷ്യമില്ലാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. യേശു നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദർശനത്തിൽ യേശു നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടെങ്കിൽ, നിങ്ങൾക്കൊരു ദർശനം കർത്താവ് തന്നെങ്കിൽ, ഏതെങ്കിലും ഒരു പാസ്റ്റർ നിങ്ങളുടെ അടുക്കൽ അയച്ചെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങൾ അയച്ച സുവിശേഷം പറഞ്ഞുവെങ്കിൽ, എന്തോ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കും. ലക്ഷ്യമില്ലാതെ ഒരിക്കലും യേശു ഒന്നും ചെയ്യത്തില്ല. അക്കരയ്ക്ക് പോകാം. അവരക്കരയ്ക്ക് പോകുകയാണ്. ആ വഴിയിലാണ് ഈ കടലിൽ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാനിടയായത്. പ്രിയമുള്ളവര്, കർത്താവ് വിളിച്ചുവെങ്കിൽ ആ വിളി കേട്ട് ഇറങ്ങി പുറപ്പെടുവാൻ, ആ വിളി കേട്ട് കർത്താവിന്റെ പിന്നാലെ പുറപ്പെടുവാൻ സ്തോത്രം ഇന്ന് ഒരുക്കമാണെങ്കിൽ ഒരു മർമ്മം ഞാൻ എടുത്തു പറയാം. വിളിയാലുള്ള ആശ ഇന്നതെന്ന് എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ വിളിച്ചവനായ കർത്താവ് സ്തോത്രമല്ലേ, അവനൊരു ആശ നിങ്ങളിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു മാസ്റ്റർ പ്ലാനുണ്ട്. നിങ്ങളെ എന്തൊക്കെ കർത്താവ് ആക്കാൻ ആഗ്രഹിക്കുന്നു, ഈ ലോകത്തിൽ മാത്രമല്ല നിത്യതയിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിന്റെ വിളിക്കൊത്ത് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സ്തോത്രം ഈ ദിവസങ്ങളിൽ ഒരുങ്ങാം. നോക്കണമേ, ആ പ്രതിസന്ധി വന്നു. കർത്താവ് ഉറങ്ങുകയാ. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് ഉണർന്ന് സ്തോത്രം അവിടെ അവിശ്വാസത്തെ കർത്താവ് അതിനെ സംസാരിക്കുന്നു. സ്തോത്രം അല്ലേ, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത് എന്നാണ് മർക്കോസ് സുവിശേഷം നമ്മൾ വായിച്ച ഭാഗത്തോട് ചേർന്ന് പറയുന്നത്. ഭീരുക്കളാകുന്നതെന്ന്, ഭയം നമ്മെ പിടിക്കുന്ന ഒരു വിഷയമാണ്. യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞത് ഭയത്തിന് ദണ്ഡനമുണ്ട്. കർത്താവിൻ്റെ ആത്മാവിനെ നമ്മൾ തന്നിരിക്കുക. രക്ഷിക്കപ്പെട്ട ദൈവത്തെ അറിയുന്ന ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുത്തിരിക്കുക. എന്തെന്നറിയാമോ? പ്രതിസന്ധികളിൽ നമ്മെ നടത്തുവാൻ ദൈവം, ആത്മാവായ ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ നടത്തുകയാണ്. റോമർക്കാരൻ 8-ാം അധ്യായം 15-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ നമുക്ക് തന്നിരിക്കുന്നതിന് അബ്ബ, പിതാവെന്ന് വിളിക്കുന്ന ആ സ്വപുത്രന്റെ അല്ലെങ്കിൽ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പാ, എൻ്റെ പിതാവ് എന്ന് ദൈവത്തെ വിളിക്കുവാൻ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ. ഒരുപക്ഷെ നമ്മുടെ പിതാക്കന്മാർ, നമ്മൾ മാനിച്ചവർ പലരും നമ്മളെ സ്നേഹിക്കാത്തവരായിരിക്കാം. എത്രയോ മക്കളുടെ ജീവിതം നിരാശയിലും കയ്പിലുമാണ്. അവരെ കരുതേണ്ട, അവർക്ക് വേണ്ടി
ജീവിക്കേണ്ട, അവർക്ക് വേണ്ടി അധ്വാനിച്ചവരെ പോറ്റേണ്ട അപ്പൻ അല്ലെങ്കിൽ അമ്മ, വേണ്ടപ്പെട്ടവർ പലരും അവരവിടെ തോന്നിയമായ ആ ജീവിതത്തിൽ നടന്ന് കരുതപ്പെടേണ്ടവർ, സഹായിക്കേണ്ട സമയത്ത് അപ്പനമ്മമാരുടെ കൈ താങ്ങോ സഹായമോ സ്നേഹമോ കിട്ടാതെ വലഞ്ഞുപോയ അനേക വ്യക്തികൾ ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. വചനം പറഞ്ഞു, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെങ്കിലും. യെശയ്യാ 66 പറയുന്നു, ഒരു തായ് താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശപ്പെട്ട് പിറുപിറുപ്പ് അത് വേണ്ട. പ്രിയമുള്ളവരെ, വിടുക. അയ്യോ, എൻ്റെ അമ്മ എന്നെ സഹായിച്ചിട്ടില്ല, അയ്യോ എൻ്റെ അപ്പൻ എനിക്ക് നന്മ ചെയ്തിട്ടില്ല, ഇത് എന്നും പറഞ്ഞ് തകരാനല്ല കർത്താവിൻ്റെ ആഗ്രഹം. പിന്നെയോ നിന്നെ സഹായിക്കേണ്ടവർ സാഹചര്യങ്ങൾ മുഖാന്തരമോ മറ്റു ചില പ്രശ്നങ്ങളിലൂടെയൊക്കെ നിന്നെ സഹായിക്കാതെ കൈവിട്ടെടുത്ത് സ്തോത്രം, ഹല്ലേലൂയ, സഹായിപ്പാൻ ഈ ലോകത്തിലെ അപ്പനമ്മയേക്കാൾ നല്ലൊരു പിതാവ് ജീവനോടിരിപ്പുണ്ട്. മരണത്തെ ജയിച്ച യേശു, കല്ലറയ്ക്ക് ഒടുക്കാൻ കഴിയുന്ന ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തവനായി ജീവനോടെ ഇന്ന് വരികയാണ്. നിങ്ങളെ സഹായിക്കണം. അതുകൊണ്ട് ഇനി പിറുപിറുക്കരുത്. പല കുടുംബങ്ങളിൽ പിറുപിറുപ്പുണ്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. എന്താണ്? അവരെന്നെ സഹായിച്ചില്ല, ഇവരെന്നെ സഹായിച്ചില്ല. എന്തിനാ? അമ്മ എന്നെ സഹായിച്ചില്ല. അന്ന് നിങ്ങൾ എനിക്കത് ചെയ്തിരുന്നെങ്കിൽ ഞാനിത് ആകത്തില്ലായിരുന്നു, എൻ്റെ അപ്പൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് വരത്തില്ലായിരുന്നു പറഞ്ഞ് നിരാശപ്പെട്ട് തകർന്നു പോകാനല്ല. സഹായിക്കാനുള്ള അപ്പൻ്റെ കരം പിടിച്ച്, ജീവനുള്ള അപ്പൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ കരം പിടിച്ച്, യേശുവിൻ്റെ കരം പിടിച്ച് ഇന്ന് കാലുകളെ മുന്നോട്ട് വയ്ക്കാൻ ഒരുക്കമാണെങ്കിൽ അപ്പന് ഉയർത്താൻ കഴിയാത്ത, ഈ ലോകത്തിൽ ആർക്കും ഉയർത്താൻ കഴിയാത്ത ഉന്നതികളിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ചുയർത്താനിടയായി. ഹല്ലേലൂയ. ആരോടൊക്കെ പരിശുദ്ധ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നത് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാം. അപ്പോൾ ആ പിതാവിന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അല്ലേ, അപ്പാന്ന് വിളിക്കുമ്പോൾ നീ ആരുടെ എന്ന് അപ്പാന്ന് വിളിക്കാനൊക്കെ ചോദിക്കുന്ന അപ്പന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം എന്തൊക്കെ ചില വിഷയങ്ങൾ അവർ തെറ്റി, എന്തൊക്കെ വിഷയങ്ങളിൽ മക്കളെന്നുള്ള സപ്പോർട്ട് അനുഭവം കിട്ടാത്തത് കൊണ്ട് എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് അങ്ങനെ പറയുന്ന നടുവിൽ കർത്താവ് നിങ്ങളെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ് തന്ന്. എന്തിനാ? അപ്പാ എന്ന് വിളിക്കുവാൻ പ്രതിസന്ധികളിൽ അപ്പാ എന്നെ സഹായിക്കണം, യേശുവേ അപ്പാ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൻ ആശ്രയിക്കാൻ വേണ്ടി. ഇവിടെ നോക്കണമേ, കർത്താവ് യേശു ഉണർന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് കർത്താവ് എന്ത് ചെയ്തു? കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് കൽപ്പിക്കാനിടയായി. അപ്പോൾ തന്നെ കാറ്റടങ്ങി. പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം യേശു കർത്താവ് യഹോവ അല്ലേ, ആ ദൈവോടെ പറയുകയാണ്, കാറ്റേ അടങ്ങുക. കാറ്റതനുസരിച്ചു. കാറ്റ് ശാന്തമായി, കടല് ശാന്തമായി. വചനം പറഞ്ഞു, അവരെത്തേണ്ടിടത്ത് ആ പടകെത്താനിടയായി. അവിടെ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ലഘ്യവൻ എന്ന് പറയുന്നൊരു ശക്തി, ഒരു ഭൂതാത്മാവ് ബാധിച്ച് സ്വന്തം ശരീരത്തെ ചതയ്ക്കുന്ന, സ്വത്രം പ്രാകൃതനായി നഗ്നനായി നടക്കുന്ന, കലറി കിടക്കുന്ന ഒരു ഭ്രാന്തൻ ഓടി വന്ന് മുട്ടുമടക്കി മഹോന്നതനായ ഉണ്ടോ ഇവനാരെന്നവർ ചോദിക്കുക ശിഷ്യന്മാർക്ക്. എന്നാൽ ഭൂതം പറയാം, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ് നിൽക്കുന്നത്, ദൈവമാണ് ഈ മനുഷ്യനായിട്ട് ഇറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് നിനക്കും തമ്മിൽ എന്തിനെ ദണ്ഡിപ്പിക്കരുത് പറഞ്ഞു. കർത്താവ് നീ ആരാ? ഞാൻ ലഘ്യവനാണ്. 6000 അനവധി ഭൂതങ്ങളുടെ കൂട്ടുകെട്ട് ഇവനെ തകർക്കുകയാണ്. അങ്ങനെ ആ ഭൂതങ്ങൾ വിട്ടുമാറി. അവൻ സുബോധമുണ്ടായി, വസ്ത്രം ധരിച്ചു. അവനെ കർത്താവ് എന്ത് ചെയ്യുക? അവനെ ഭവനത്തിലേക്ക് അയക്കുക. തകർന്ന് ഭ്രാന്തനായി കല്ലറകളിൽ കടന്നവൻ, അലഞ്ഞു തിരിഞ്ഞവൻ, നിലവിളിച്ചുകൊണ്ട് ഓടിയവൻ, അവനെ കർത്താവ് ഇതിൻ്റെ അവസ്ഥ എന്തായാലും അത് മാറ്റാൻ കഴിയുന്നൊരു ദൈവമാണ്, ഏക സത്യ ദൈവമാണ് നമ്മുടെ കർത്താവ് യേശു. അതുകൊണ്ട് അവസ്ഥയെ മാറ്റുന്നവൻ, സാഹചര്യങ്ങളെ മാറ്റുന്നവൻ ആ കർത്താവിലോട്ട് വരുവാൻ ഏൽപ്പിക്കുമ്പോൾ, കർത്താവ് വിശ്വസിക്കുമ്പോൾ നിനക്ക് രക്ഷയുണ്ടാകുമെന്നാണ് വചനം. ഹല്ലേലൂയ. വിശ്വസിക്കുക, സ്നാനമേൽക്കുക, രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നോക്കണമേ, ഈ ലഘ്യോൻ ബാധ മാറ്റാൻ, അവനെ വിടുവിക്കാനാണ് യേശു അക്കരയ്ക്ക് പോയത്. അവൻ്റെ തകർന്ന അവസ്ഥ ദൂരത്തിരുന്ന് കടലിൻ്റെ ഇക്കരെ നിന്ന് കർത്താവ് കാണാനിടയായി. നിന്റെ അവസ്ഥയെ യേശു കാണുന്നുണ്ട്. സഹോദരി, യേശു നിന്റെ അവസ്ഥയെ കാണുന്നുണ്ട്. നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിലേക്ക് വരുവാൻ, നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്ന് പറയാം, യേശുവേ എൻ്റെ ഭവനത്തിൽ എന്നെ ഒന്ന് രക്ഷിക്കണം, ഞാൻ എന്നെ അങ്ങേക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവത്തോട് നിലവിളിച്ച് ഒന്ന് കർത്താവിനെ വിട്ടുകൊടുക്കാൻ ഒരുങ്ങുമെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരാൻ പോവുകയാണ്. നോക്കണമേ, കാറ്റും കോളും വന്നപ്പോൾ കർത്താവിനെ ശ്വാസം. യഥാർത്ഥത്തിൽ അക്കരെ കിടക്കുന്ന ഈ മനുഷ്യനെ വിടുവിക്കാൻ പോകുന്ന യേശു അവിടെ എത്തും മുൻപേ പടകിൽ ഈ കൂട്ടത്തെ തകർക്കാൻ വേണ്ടി ആ മനുഷ്യനെ വ്യാപരിച്ച പിശാചാണ്, ദുരാത്മശക്തിയാണ്, ലഘ്യോൻ ശക്തിയാണ് കാറ്റായിട്ട് ഈ പടകിനെതിരെ ആഞ്ഞടിച്ചത്. നീ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ, നീ കാണുന്ന പിറുപിറുക്കുന്ന നീ പല കാരണങ്ങൾ നിന്റെ തകർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല കുഞ്ഞെ. അതിനപ്പുറം മറഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങളുണ്ട്.
അതിനെ മാറ്റാനോ അതിനെ കാണാനോ ലോകത്തിലെ ഒരു മന്ത്രവാദിക്കും ഒരു മനുഷ്യനും കഴിയത്തില്ല. പക്ഷേ അവിടെ വിടുവിക്കാൻ കഴിയുന്ന ആ കാര്യങ്ങൾ അറിഞ്ഞ് നിന്നെ കുടുംബമായി വിടുവിക്കാൻ കഴിയുന്ന കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, അവരിലേക്ക് അടുക്കാൻ ഒരുങ്ങുക. ദൈവം നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരം തരാനിടയാം. വചനം പറയും, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, കേട്ട വചനപ്രകാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ വിടുവിക്കുന്നത് ആ കർത്താവാണ്, യേശുവാണ്. അവൻ്റെ കാര്യം നിങ്ങളെ തൊടുവാനിടയാകും. ദൈവമേ, ഈ വചനം കേട്ട എല്ലാവരുടെ മേലും, ഈ വചനം കേൾക്കുന്ന ഏത് സാഹചര്യത്തിൽ കേൾക്കുന്ന വ്യക്തിയുടെ മേലും യേശു ക്രിസ്തുവിൻ്റെ കാര്യം ചലിക്കണം. അത്ഭുത മന്ത്രി ഇന്നും അത്ഭുതങ്ങൾ ഇന്നും ജീവിക്കുന്ന, മരണത്തെ ജയിച്ച, പ്രശ്നങ്ങൾ പരിഹാരം നൽകാൻ കഴിയുന്ന കർത്താവിൻ്റെ കരം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഉള്ളങ്ങളെ തുടരണം. യേശുവിലേക്ക് വരാൻ അവനെ ശക്തീകരിക്കണം. അവിടെ തകർച്ചകൾ മാറണം, അവിടെ പ്രശ്നങ്ങൾ പരിഹാരം കൊടുക്കണം. ഈ വചനം കേട്ട് പോകുമ്പോൾ അവിടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുവാൻ, അവിടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ കണ്ട് സന്തോഷിക്കുവാൻ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും മാറിപ്പോകുവാൻ, അവരേശുവിനെ അറിയുവാൻ, ദൈവ സാന്നിധ്യം അറിയുവാൻ കൃപ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ക്രിസ്തുയേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, താങ്ക് യു. കേട്ടതിന് നന്ദി. ഗോഡ് ബ്ലസ് യു.